ഗൈസ് ഇന്നത്തെ വിശേഷം എന്താണെന്നറിയാമോ? ഇന്നൊരു ഈവനിങ് ഒരു 4 o'clock ആയപ്പോഴത്തേനും നമ്മളൊക്കെ തൂക്കാൻ ഇറങ്ങുന്ന കസിനൊക്കെ വന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ കസിൻ എന്ന് പറയുമ്പോൾ ദേവ് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ തൂക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചുമ്മാ എടുത്ത് വെക്കുന്നത്. ചുമ്മാ എടുത്ത് വെക്കുവാണേ. അപ്പം ഇത് തൂക്കാൻ പോവാണ് ഞാൻ. എന്താ പറയുക, ദേവ് തൂത്ത് തുടങ്ങി, ഞാൻ ഈ ചൂല് വെച്ച് തൂക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തൂക്കാം. അമ്മ എനിക്കിപ്പോൾ തൂക്കുമ്പോൾ ഇത്ര ചൂല് ഒരു ചൂല് മാറ്റി തൂക്കുമ്പോൾ ഞാൻ മഴയെന്ന് വെച്ചാൽ എനിക്ക് ഒരു ചൂല് ഒക്കത്തില്ല തൂക്കുമ്പോൾ. അപ്പം എനിക്കൊരു ഇതവില്ല തൂക്കാൻ. മീൻസ് ഇപ്പം നീ കഴിച്ച ദിവസം ഏത് കഴിച്ച ദിവസം എനിക്ക് ഈ ചൂലിപ്പോൾ ഇതവില്ല. എനിക്ക് അവരൊന്ന് സോപ്പിടണം, അങ്ങനെയെങ്കിലും സോപ്പിട്ട് ആ ചൂടൊന്ന് വീട്ടിൽ. മോൾട്ടി എനിക്ക് ഈ ചൂലെടുത്തിട്ട് അതിങ്ങ് തരാമോ? മോൾട്ടി എനിക്ക് ആ ഒരു ചൂലെടുത്തിട്ട് തന്നാൽ തൂക്കാനാണ്. മോൾട്ടേ അവളുടെ ചൂല് മുമ്പ് എടുത്തത്. ഇത് എനിക്ക് പറ്റുന്നില്ല തൂക്കാൻ. ഇതെന്ന് വെച്ചാൽ ഇത് കട്ടിയാണ്. നിനക്ക് കുഴിഞ്ഞു കിടക്കണ്ട അപ്പം തൂക്കുമ്പോ. എന്തുവാ? ഓക്കെ, രാത്രി നമ്മളുടെ ഇടയ്ക്ക് നമ്മളുടെ അല്ലേ കിടക്കുവോ? എനിക്കതിതാ. അല്ല, എനിക്ക് ഇച്ചിരി നേരം കളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇച്ചിരി ചുമ്മാ കാര്യം പറയത്തുള്ളൂ. നമ്മൾ ഇന്നലെ രാത്രി കളിച്ചോടി. ഞാൻ ഇച്ചിരി നേരം ഇതാ ചെയ്യത്തേ ഉള്ളൂ. ഇന്ന് എന്തെങ്കിലുമൊക്കെ ചുമ്മാ കളിക്കണമെന്നേ ഉള്ളൂ. എനിക്ക് ചൂല് തരുമോ? ചൂല് ശരി, മദർ പ്രോമിസ് കളിപ്പിക്കാം. ഗൈസ്, ഇനി ഇത് വെച്ച് നമുക്ക് എന്താ പറയുക തൂക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ചൂല് നമുക്ക് തൂക്കാൻ പറ്റുമെന്ന് എനിക്ക്. അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ നമ്മളൊരു വേറൊരു കാര്യം പറഞ്ഞിട്ട് അത് സാധിച്ചാൽ മാത്രമേ അടുത്തൊരു കാര്യം നമ്മൾ സാധിക്കത്തുള്ളൂ. നമ്മുടെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു മൈൻഡാണ്. പിന്നെ നമുക്ക് തൂത്ത് തുടങ്ങാം ഗൈസ്. പിന്നെ എനിക്ക് ഒരു ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് വേണമല്ലോ തൂക്കാൻ. അപ്പോൾ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു കുപ്പീൻ്റെ ആണിത്. ഇത് ഇനി എങ്ങനെയോട് വെച്ചാൽ അത് കടയിൽ വന്നിട്ട് എനിക്ക് അമ്മേൻ്റെ നിന്ന് കിട്ടണം. അതിനുള്ള പണിയാണ് ഗൈസിനെ ഒപ്പിക്കുന്നത്. ഞാനവിടെ വെച്ചു. ഇപ്പം എനിക്ക് ഞാൻ വീശോ ഇല്ലല്ലേ, പേടിയാണ് ഗൈസ് എനിക്ക് അവിടെ വെക്കാൻ. എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പോയിട്ട് വരാം ഗൈസ്. അപ്പം തൂക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കുമായിരിക്കും. അന്ന് എനിക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക, എനിക്കാണെങ്കിൽ ടൈം നോക്കണം എന്ന് വെച്ചാൽ എനിക്ക് 5 മണിക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ഞാൻ 4 o'clock തൂക്കാൻ ഇറങ്ങി 1 മണിക്ക് കൊണ്ട് തൂത്ത് തരുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ കണ്ടോ. ഗൈസ്, പിന്നെ പകുതി എത്തിയപ്പോൾ ഞാൻ പിന്നെയും കൂടി ചൂല് മാറ്റിയിട്ടുണ്ടേ. എനിക്ക് കൂടെ ചൂല് തോന്നിയിട്ടില്ല. പകുതി പോയി എത്തിച്ചിരിക്കുക. അപ്പം തൂക്കുന്നുണ്ടോ? ഞാൻ ഈ ചൂല് വെച്ച് തൂത്തപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾ കണ്ടോ. ഗായ്സ്, ഒരു എക്സിബിഷൻ ചെയ്യാനായിട്ടൊരു പൂട ഞാനാണെങ്കിൽ എത്രത്തോളം തപ്പി നടന്നെന്ന് എനിക്ക് പോലും അറിയില്ല. ഇപ്പം തൂക്കുമ്പോൾ അവിടെ ഇവിടെ എന്തെങ്കിലും 3 പൂട ഞാൻ കണ്ടു ഗൈസ്. 3 പൂട ഒരു എക്സിബിഷൻ ചെയ്യാൻ നമുക്ക് കിട്ടത്തില്ല. അത് എഴുതി വച്ചേക്കുന്നു ഒരു പൂട ഇപ്പം വന്നേക്കുന്നു. അങ്ങനെ ഗായ്സ്, ഞാൻ ഒടുവിൽ തൂത്ത് കഴിഞ്ഞിരിക്കുന്നു. തൂത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തുവാ കൂട്ടി, എനിക്കിനിയാണെങ്കിൽ എന്താ അത് വാരിയിട്ട് അവിടെ കത്തിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഇടണം. അപ്പം അതിരുന്നത് ഞങ്ങൾ കാണിച്ചു തരാം എവിടെയാണെന്നൊന്നും. അപ്പോൾ ഞാൻ വിളക്ക് തേക്കുമ്പോൾ പൂക്കളൊക്കെ പറിച്ച് വെക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം പൂക്കളൊക്കെ എവിടെയാണ്. അപ്പോൾ ചവറി ഇട്ടിട്ട് നമുക്കിനി വാരാൻ കഴിച്ചു. ഓക്കെ, അങ്ങനെ ഗായ്സ് ഞാൻ ഇതൊക്കെ വാരിയിട്ട് അങ്ങോട്ട് കളയാൻ പോവാണ്. അപ്പോൾ നമുക്ക് വാരാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇങ്ങോട്ടാണ് ഞാൻ എപ്പോഴും എന്താ പറയുക തൂത്തിട്ട്, നമ്മൾ അവിടെ തൂത്തിട്ട് ഇങ്ങോട്ട് വേസ്റ്റ് കളയും. എൻ്റെ അവിടെ തൂത്തിട്ട് ഇങ്ങോട്ട് കളയില്ല. പണ്ട് ഇവിടെ കളയുമായിരുന്നു ആ ഒരു സ്പേസിൽ. ഇപ്പോൾ അവിടെ നമ്മൾ മണ്ണൊക്കെ മാറ്റി ഇപ്പോൾ അവിടെ കത്തിക്കുന്നു വേസ്റ്റ്. അപ്പോൾ ഇത്രയും കൂടി ഉണ്ട് വേസ്റ്റ് നമ്മൾ കളയാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്ക് കൊണ്ട് കളയാം. ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ വാരി ഒരു 5-6 റൗണ്ട് ഇങ്ങനെ കളയണം ഗൈസ്. കമോ, ഇങ്ങനെ പോവാം.
അപ്പോൾ ഗൈസ് ഇനി ഇതാ അവിടെ തൂക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇനി എന്താ പറയുന്നത്, ഇനി ഇത്രയും കൂടി ചാറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി വേസ്റ്റ് ഇനി നമുക്ക് അതേപോലെ കളയാം. ഈ ശകലം കൂടെ ഉള്ളൂ. ഇന്നങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ കൂടുതൽ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോവാണ്. ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ ഒരു കുഞ്ഞിക്ക ഇവിടെ കിടക്കുന്നുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാൻ്റെ പേരെന്താണെന്നറിയെങ്കിലും ഒന്ന് വരെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. എനിക്ക് ഒത്തിരി ദിവസം കൊണ്ട് തിര കിടക്കുന്നതാണ്, എന്തോന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ ഒരു മാങ്ങയുടെ മരമുണ്ട്, അവിടുന്ന് പേരക്കേൻ്റെ മരമുണ്ട്, മാങ്ങേൻ്റെ മരമുണ്ട്. അവിടുന്ന് വിരിഞ്ഞാണെന്ന് എനിക്കറിയില്ല, തറയിൽ പോയി. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് തര എന്തോന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അങ്ങനെ ഗൈസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടി കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമുക്കിനി എനിക്കിത് ഷവർ ഉണ്ടായിരുന്ന മീൻസ് വേസ്റ്റ് ഉണ്ടായിരുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ ഈർക്കിൽ പോകും. അപ്പോൾ നമുക്കതൊക്കെ ഇനി വാരണം. കമ്മ അപ്പം ഷവർ ഈ സൈഡിലോട്ട് ഇട്ടിട്ട് 3 ഈർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. 3 ഈർക്കിലും ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഇനി അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി ഇവിടെ വേസ്റ്റ് എന്ത് ചെയ്യാം, എന്താ ആ വേസ്റ്റും കൂടി ഇനി നമുക്ക് ചവറുപൊടിക്കകത്ത് വാരണം. ഗീവ് മീ. അപ്പം എല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് വിളക്കേക്കാം ഗായ്സ്. അപ്പോൾ ഇനി ഇന്നത്തെ ഒരു തൂക്കുന്ന ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വിളക്കേക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വിളക്കേക്കാം. കമ്മൺ ഗൈസ്, എനിക്ക് 5 മണിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പം 4:30 ആയി. അപ്പം 5 മണിക്ക് ട്യൂഷൻ ഉണ്ട്. ഹാഫ് ആൻ അവർ കൂടെ ഉള്ളൂ. എനിക്ക് പേടിയൊന്നും പെട്ടെന്ന് തന്നെ വിളക്കൊക്കെ തേക്കണം ഗൈസ്. അതൊക്കെ വിളക്കെടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് നമ്മൾ എന്തൊക്കെ കളയാനുള്ളത്, ഈ ഒരു വിളക്കിന് എണ്ണ നമുക്ക് ഇവിടെയാണ് കേട്ടോ, ഈ പൂജ റൂമിലാണ് ഒഴിച്ച് വെക്കാനുണ്ട്. ഉള്ളൊരു ഡപ്പയുണ്ട്. അപ്പം നമുക്കത് അങ്ങോട്ട് വെച്ച് വെക്കാം. ഇതൊക്കെ നമുക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. കമ്മ അതൊക്കെ പിടിച്ചുകൊണ്ട് പോകണം. എനിക്കറിയത്തില്ല, വീഡിയോന്ന് പറ്റി പേടിയാണ് കേട്ടോ. വിളക്കിന് ഇച്ചിരി ഭാരം കൂടുതലാണ് ഗൈസ്. അങ്ങനെ ഞാൻ ദേവനെ ഒന്ന് വിളിക്കാൻ തന്നെ വീഡിയോ എടുത്ത് തരാൻ കേട്ടോ. അവളിവിടെ തൂക്കുന്നതേ ഉള്ളൂ ഗൈസ്. അവൾ തൂത്ത് 1 മണിക്കൂർ എടുക്കും. അപ്പം ഞാനത് തൂക്കാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം ഇനി വിളക്കി വയ്ക്കുന്ന വീഡിയോ ആയിരിക്കും. കമ്മോൺ ഗൈസ്. ഇങ്ങനെ വിളക്കി വയ്ക്കും. അപ്പോൾ പൂവൊക്കെ ഫസ്റ്റ് നമുക്ക് എന്താ പറയുന്നത്, ചെടിയില്ലേ അതിൻ്റെ ഒരു താഴോട്ടിടണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൂക്കളൊക്കെ എടുക്കാം. അപ്പം ഗൈസ് എന്താ പറയുന്നത്, ഈ ഫസ്റ്റ് ആണെങ്കിൽ ഈ തട്ടില്ലേ ഇങ്ങോട്ടൊക്കെ ഗൈസ്, ഈ ഒരു തട്ടത്തിൽ നിന്ന് ഞാനാണെങ്കിൽ ഈ ഫസ്റ്റ് പൂക്കളൊക്കെ ഇടുന്നേ. എന്നിട്ട് ഈ ഒരു തട്ടം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. കമ്മോ തട്ടത്തിൽ നിന്ന് പൂക്കളൊക്കെ നമ്മൾ ഈ ഒരു സൈഡിലാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഇട്ട് വന്ന അവൾക്ക് പറഞ്ഞു ഇവിടെയാണ് ഇടേണ്ടത്, തുളസിൻ്റെ ഇവിടെയാണ് ഇടേണ്ടത് നിൽക്കുക. അപ്പോൾ നമ്മൾ തുളസിൻ്റെ ഇവിടെ നിന്നിട്ട് പുഷ്പങ്ങൾ ഇടുകയാണ് ഗൈസ്. പുഷ്പങ്ങൾ ചൂടി കൊടുക്കുന്നു അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മൾ ഇട്ട് കൊടുത്തു ഗൈസ്. അപ്പം പുഷ്പങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി പുഷ്പങ്ങൾക്കും ദൈവത്തിന് ഒരു വിഷമവും വരില്ല എന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ ഉൾപ്പെടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കിണ്ടിയില്ല, വെള്ളവും കൂടി ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തപ്പം പൂക്കളൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നു ഗൈസ്. അപ്പം നമുക്കിവിടെ തുളസി തറയൊന്നുമില്ല, അതിന് വരാണ് ഇങ്ങനെ ഈ ഒരു സംവിധാനം. അപ്പം നമ്മളിങ്ങനെ തുളസീനെയൊക്കെ എന്താ പറയുക, പൂക്കളൊക്കെ ഇട്ട് തുളസീനെയൊക്കെ ഒന്ന് വളർത്തിയെടുക്കണം. ഗൈസ് അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഈ കൈകളൊക്കെ നമുക്ക് തുടച്ച് കളയണ്ടേ. അത് ഈ ഒരു എണ്ണയുണ്ടല്ലോ, ഫുള്ളായിട്ട് എണ്ണ നമ്മൾ എന്താ പറയുന്നത് ഈ ഒരു ചെടിയിലോട്ടാണ് ഒഴിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിലുണ്ടെങ്കിൽ കയ്യിലും കൂടി ഓൾറെഡി എണ്ണ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇവിടെ ഒരു വെള്ളത്തിലാവുണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കമ്മ ഗൈസ് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. മുകളിൽ വന്നിട്ട് എനിക്ക് സോപ്പ് വന്നു. അപ്പോൾ നമുക്കിനി തേക്കാം ഗൈസ്. കമ്മ ഫസ്റ്റ് നമ്മൾ വിളക്കി തേക്കും. നമ്മളൊരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ടാണ് തേക്കേണ്ടത്. ഞാനെങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ പാൻറ്റ് മൊത്തമാണ് ട്യൂഷൻ ഇട്ടുകൊണ്ട് വന്നുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ് വിളക്കൊക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുത്തു. വിളക്ക് തേക്കുണ്ടാവുക അങ്ങനെ വിളക്കൊക്കെ നന്നായിട്ട് വിളക്കണമല്ലോ. അങ്ങനെ വിളക്കൊക്കെ വെളുക്കാനായിട്ട് നന്നായിട്ടൊക്കെ അങ്ങോട്ട് തേച്ച് കൊടുത്തു. നമ്മൾ എന്നും തേക്കും കേട്ടോ വിളക്ക്, എന്നും നമ്മൾ തേക്കും വിളക്ക്. ഇന്നും തേക്കും. പിന്നെ ക്ലാസ്സുള്ള ദിവസം ഞാൻ വന്നിട്ട് ട്യൂഷനും അപ്പം അമ്മയായിരിക്കും കേട്ടോ തേക്കുന്നത്.
മുകളിൽ ചില ദിവസം തേക്കും. പിന്നെ നമ്മൾ അങ്ങനെ വിളക്കിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു. വിളക്ക് നന്നായിട്ട് ഈ എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചില ദിവസം എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിളക്ക് വെക്കാറില്ല. നന്നായിട്ട് ഇത് വിളക്ക് നമ്മൾ കഴിഞ്ഞു. നല്ല വെളുത്തും തോന്നുന്നല്ലേ. ഇന്നത്തേക്ക് നന്നായിട്ട് വെളുത്തു. നമുക്ക് അമ്മയെടുത്ത് വയ്ക്കണം. പിന്നെ നമുക്ക് കിണ്ടി എടുക്കാം. 1 2 3. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഈ 3 എണ്ണം കൊണ്ടാണ്. വിളക്ക് ഇച്ചിരി ഭാരം ഉണ്ടായിട്ടാണ് ഞാൻ വിളക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ ഈ 3 എണ്ണം കൊണ്ടോ. ഇത് കിണ്ടി വെള്ളം വയ്ക്കുന്നത്. പിന്നെ ഇത് പറയുന്നത് നമ്മൾ തിരി കുത്തില്ലേ അത്. പിന്നെ തട്ടാണ്. തട്ടം വിളക്കൊക്കെ വെക്കാനുള്ളൊരു തട്ടാണ്. നമുക്ക് വാക്കുവാം. അപ്പം നമ്മൾ സോപ്പെടുത്ത് തേച്ച് തുടങ്ങി. തട്ടവും നന്നായിട്ട് തേച്ചു. നമുക്ക് പണ്ടൊരു വേറൊരു തട്ടുണ്ടായിരുന്നു, ഒരു ഗണപതിൻ്റെ തട്ടം. അപ്പം ഗണപതിൻ്റെ തട്ടം മാറ്റി ഇപ്പം നമ്മളൊരു പ്ലെയിൻ തട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഗണപതിൻ്റെ തട്ടം വീട്ടിൽ മേലിൽ ഷെൽഫിലിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തട്ടം വെച്ചിട്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ തട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു തട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഗണപതിൻ്റെ തട്ടം ചേച്ചി ഒരു ദിവസം നമ്മൾ രണ്ടുപേരുടെ ഒരു ബൈക്കാണ് ഈ എന്താ പറയുക ഒരു തേക്കാൻ വേണ്ടി. പണ്ട് എനിക്ക് വിളക്കൊക്കെ തേക്കുന്നത് ഇഷ്ടമായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിളക്ക് തേക്കുന്നത് കേട്ടോ. അപ്പം ഒരു ദിവസമുണ്ട് ചേച്ചി ആണെങ്കിൽ പറഞ്ഞു നിനക്ക് ഈ തട്ടം വെളുപ്പിക്കാൻ പറ്റും എന്ന് വെച്ചാലാണെങ്കിൽ അന്നൊരു ദിവസം 2 ദിവസം തേച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ടൂർ അങ്ങാണ്ട് പോയിട്ട് വന്ന ദിവസമായിരുന്നു. അപ്പം ചേച്ചി ചോദിച്ചു നിനക്ക് ഈ തട്ടം തേക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും പറ്റുന്ന രീതിയിൽ തേച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ. ഇന്ന് ചേച്ചി തേച്ചപ്പോൾ ആ ഗണപതി കറക്റ്റായിട്ട് കാണാൻ പറ്റി. അങ്ങനെ പിന്നെ കരഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ആയി നടന്നു. ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ഈ ഒരു ഇതിലോട്ട് വരാം. താര ഗണപതിയുടെ തട്ടം എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പക്ഷേ ഇപ്പോൾ പ്ലെയിൻ തട്ടം നമ്മളങ്ങനെ തേച്ച് മിനുക്കി വെക്കുന്നുണ്ട്. എനിക്ക് കിണ്ടി തേക്കാനും കൂടി ഉള്ളൂ. അതോടെ കരിയണം. ഇതിന് നമുക്ക് ട്യൂഷനും പോകാമല്ലോ. അങ്ങനെ നമ്മൾ ഈ ഒരു വിളക്കിൻ്റെ തട്ടം അങ്ങനെ നല്ല വെളുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഈ തേച്ചത് നല്ല വെളുത്തു എന്ന് തോന്നുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇനി ഗൈസ് കിണ്ടി തേക്കാൻ പോകണേ. കിണ്ടി നന്നായിട്ട് തേച്ചില്ലെങ്കിൽ കിണ്ടിയും വെളുക്കാറില്ല. കിണ്ടീൻ്റെ കയ്യിൽ അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കാറില്ല. അമ്മൂമ്മയുടെ വീട്ടിൽ ഇങ്ങനെ കിണ്ടിക്കകത്ത് വെള്ളം എടുക്കുന്നെങ്കിൽ ഇങ്ങനെ ഒഴിച്ചാൽ പോകത്തുള്ളൂ. നമ്മുടെ വീടിനകത്ത് ഇവിടുന്ന് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇച്ചിരി മാത്രമേ അതുവഴി പോകുന്നുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പൂ കറിയിപ്പുണ്ട്. എടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതിനകത്തോട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് മിഡിൽ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതും കൂടി ഒന്ന് കഴിയാൻ കഴിയും. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് എനിക്ക് കിണ്ടി തറ വേണം. അന്താണെന്ന് എനിക്ക് കിട്ടിയാണ്. അപ്പം ഈ ഇതും കൂടെ എടുത്ത് നമ്മൾ നന്നായിട്ട് തേച്ച് നല്ല വെളുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതും കൂടി ഒന്ന് കഴുകി എടുക്കാൻ കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കഴുകുന്ന ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വെച്ച് നമുക്കിനി അങ്ങോട്ട് പോകാം ഗൈസ്. കമോൺ. അങ്ങനെ ഗൈസ് ഞാനിനി പൂ പിച്ചാൻ പോവാണ്. പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ പൂക്കളൊക്കെ വെളിയിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എത്തത്തില്ല അതൊക്കെ അവിടെ നിന്ന് പിച്ചാനായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ആർക്കും പിച്ചുന്നത്. കമോൺ ഗൈസ്. അപ്പം ഇവിടുന്ന് നമ്മൾ പിച്ചിപ്പോൾ ഓരോരോ കാറ്റഗറി വൈസാണ് നമ്മൾ പിച്ച. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പിച്ചുന്നത് ഇങ്ങനെയാണ് പിച്ചുന്നത്. അല്ലാതെ പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉറുമ്പോൾ വരും കേട്ടോ. ആ ഒരു തണ്ടോടെ പിച്ചാണെങ്കിൽ. പിന്നെ ഈ ഒരു റോസ് ഫ്ലവർ നമ്മൾ പറിച്ചു. പിന്നെ ഇവിടെയാണ് കേട്ടോ ഒത്തിരി നമ്മൾ മഞ്ഞപ്പൂക്കൾ കിട്ടുന്നത്. മഞ്ഞപ്പൂവിൻ്റെ കച്ചവടമാണ് കേസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്ന് അത്ര മഞ്ഞപ്പൂ, ചുമന്നപ്പൂ, വെള്ളപ്പൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കൂടുതലും നമ്മുടെ ലൈറ്റ് പിങ്ക് ചെമ്പരത്തി ഇല്ലേ, ആ ഒരു ഹിബിസ്കസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് കൂടുതലും ആ ഒരു ഹിബിസ്കസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ മൊത്തം ലൈറ്റ് പിങ്ക് ചെമ്പരത്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ. ഫ്ലവറാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ചെമ്പരത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ഈ ലൈറ്റ് പിങ്ക് ചെമ്പരത്തി കാണാനും പിച്ചാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ഒരു മുല്ലപ്പൂ മാതിരിയുള്ളവരുണ്ട് പിച്ചി പെട്ടെന്ന് മറന്നു പോകും കേട്ടോ ഈ പിച്ചിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പിച്ചിക്ക് നമ്മളിങ്ങനെ പറിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ അങ്ങ് തറയിൽ പോകും കേട്ടോ. അതുകൊണ്ട് പിച്ചി നമ്മൾ കയ്യിൽ വെച്ച് പൂട്ടി ഒന്ന് വെക്കുകയാണെങ്കിൽ അത് ചതങ്ങിപ്പോവും. അങ്ങനെ ഞാൻ പിച്ചി അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ പിച്ചിനെയൊക്കെ പിച്ചി എടുത്തിട്ട് നമ്മൾ ഇത്രയും ഇന്ന് മതിയെന്ന് വിചാരിച്ച് ട്യൂഷന് പോകാൻ സമയം അല്ലെങ്കിൽ ചേച്ചിനെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഇത്രയും മതിയെന്ന് വെച്ചു. അയ്യോ എന്നെ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത് നമ്മൾ തൊടുമ്പത്തേനും അതിങ്ങനെ ഇളകി പോരും ആ പിച്ചിന്ന് പറയുന്നൊരു ഐറ്റം. അപ്പം അങ്ങനെ പൂക്കളൊക്കെ അങ്ങനെ അപ്പം അമ്മ വിളിച്ചു ഗൈസ്. ഞാൻ എൻ്റെ അപ്പുറം അറിയുന്നു അമ്മ വിളിക്കുന്നു വെച്ചാൽ അത്ര സിമ്പിൾ. അപ്പം അത്രയും നേരത്തെ പോകണം. അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ട് എല്ലാവരും കൂടെ ഒന്ന് വിളിയോടെ വിളിക്കാനും.
അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ നേച്ചർ, ഭംഗിഭരിതമായ എൻ്റെ ഒരു നേച്ചറാണിത്. അപ്പോൾ ഇപ്പം നേച്ചർ നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് ട്യൂഷൻ ടീച്ചർ നടിയിട്ടു. അപ്പോൾ ഗൈസ് നമുക്ക് പോകാൻ കമോ ഗൈസ്. അങ്ങനെ ഞാൻ ഈ ഒരു മുല്ലപ്പൂ ഇതിനകത്തോട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പം കിണ്ടിക്കത്ത് വയ്ക്കാനാണ് ഞാൻ ഈ മുല്ലപ്പൂ മെനട്ട് പിച്ചിയത്. ഇത് ഗൈസ് ഉണ്ട് എല്ലാം കൂടി പിച്ചി ഇതിനകത്ത് വന്നായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ അടുക്കി വെക്കുന്നതാണ്. ഫസ്റ്റ് എല്ലാം ഇവിടെ ഇട്ടിട്ട് നമുക്ക് എല്ലാം അടുക്കി വെക്കുന്നതായിരിക്കും സിമ്പിൾ. അപ്പം ഇന്ന് കുറച്ച് പൂവേ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് അധികം പൂവൊന്നും ഇല്ലായിരുന്നു. മെനങ്ങാന്നൊരു ദിവസം ഒത്തിരി ഇഷ്ടംപോലെ പൂ ഞാൻ പിച്ചിക്കൊണ്ടുവന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഒരു വിച്ചിൽ കിട്ടിയതൊക്കെ നമ്മളങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പിന്നെ ഒരു റോസാപ്പൂ നടുക്കായിട്ട് ഞാൻ വെക്കുവാണ്. അല്ലെങ്കിൽ കണ്ട് ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മഞ്ഞപ്പൂ എല്ലാം വെച്ചിട്ട് അവസാനം ഈ ഒരു കുഞ്ഞു മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി വന്ന വെള്ളപ്പൂക്കൾ ഇവിടോട്ട് വെച്ച് ഓക്കെ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോക്കകത്ത് എൻ്റെ നാമം ചെല്ലലും വിളക്കത്തിക്കലൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ട്യൂഷനുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വിശേഷമായിട്ട് കാണുന്നതിന് എല്ലാവർക്കും ബൈ.